ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച അമേരിക്കയുടെ നടപടി ഇന്ത്യയെ വൻതോതിൽ തകർക്കുമെന്ന ഒപ്പം തന്നെ ചൂഷണം ചെയ്യുമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇപ്പോൾ നടക്കുന്ന താരിഫ് യുദ്ധം ഇന്ത്യയിലെ ആഭ്യന്തര ഉൽപ്പാദനത്തെ സാരമായി ബാധിക്കും. കോവിഡ് ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ഞെരുക്കമാണ് കേരളത്തിൽ ഇത് ഉണ്ടാക്കുകയെന്നും ധനമന്ത്രി വിമർശിച്ചു. അമേരിക്കയിൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാമ്പത്തിക തകർച്ചയെ നേരിടുന്നതിനു വേണ്ടിയുള്ള ട്രംപിന്റെ ഭ്രാന്തമായ നടപടിയാണ് ഇറക്കുമതി തീരുവ വർധനവെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വിമർശിച്ചു. ഇന്ത്യയിലെ ആഭ്യന്തര ഉൽപ്പാദനത്തെ സാരമായി ഇത് ബാധിക്കും. രണ്ടാമത് പ്രസിഡന്റ് ആയതിനു ശേഷം അമേരിക്കൻ എക്കോണമിയുടെ വല്ലാത്തൊരു സാമ്പത്തിക തകർച്ച ഉണ്ട്. അത് നേരിടാൻ വേണ്ടിയിട്ട് വളരെ ഒരു മാർട്ട് സ്റ്റെപ്സ്, ഭ്രാന്തമായ സമീപനങ്ങളാണ് എടുക്കുന്നത്. എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ തരത്തിലേക്ക് പല രാജ്യങ്ങൾക്ക് നേരെ വരികയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നടത്തുന്ന ഈ വ്യാപാര യുദ്ധത്തിൻ്റെ ഭാഗമായി താരിഫ് വാറാണ്. നേരത്തെ തന്നെ നമുക്ക് 10% അതിൽ താഴെയോ ഒക്കെയുള്ള താരിഫുകൾ 25% ഇപ്പോൾ റഷ്യൻ പെട്രോളിയം വാങ്ങുന്നതിൻ്റെ പേരിൽ അത് 50% കേരളത്തിന്റെ കയറ്റുമതികളായ ചെമ്മീൻ, സുഗന്ധവ്യഞ്ജനം, ടെക്സ്റ്റൈൽ, കശുവണ്ടി, കയർ തുടങ്ങിയവയെയും തീരുമാനം സാരമായി ബാധിക്കും. നമ്മുടെ സാമ്പത്തിക രംഗത്തിനും ഇത് ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൻ്റെ ആകെ കയറ്റുമതിയിൽ വളരെ പ്രമുഖമായ സ്ഥാനമുള്ള ഒന്ന് ചെമ്മീനാണ്, അല്ലെങ്കിൽ മത്സ്യവിഭവങ്ങളാണ്. നമുക്ക് കാർഷിക വിഭവങ്ങൾ കുറേയേറെ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ്, ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്ത് പ്രധാനമായും സ്പൈസസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കേരളം തന്നെയാണ്. പിന്നെ കശുവണ്ടി പോകുന്നുണ്ട്, കയർ പോകുന്നുണ്ട്, കയർ പിത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പല രാജ്യങ്ങളിലേക്കും പോകുന്നതിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലിയ തോതിലാണ്. തീരുമാനം ഇന്ത്യൻ ഇക്കോണമിയെ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന് സമാനമായ അവസ്ഥയിലെത്തിക്കും. രാജ്യത്തിന്റെ താൽപര്യമാണ് ഇതിൽ പ്രധാനം. ട്രേഡ് കരാറുകൾ പാർലമെന്റിൽ വെച്ച് ചർച്ച ചെയ്യണം. കേന്ദ്രം അമേരിക്കയ്ക്ക് കീഴടങ്ങുന്നത് കുറയ്ക്കണമെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.